കൃഷ്ണ കൃഷ്ണ മഹാബാഹുബലഭദ്ര ജിഷ്ണു സത്രം മുടക്കിയിടുക കാരണം ജിഷ്ണുനിയോഗേന മേഘവർഷം കൊണ്ട് വിഷ്ണു നശിച്ചു പോവും ഇപ്പോഴേ സർവരും. കൃഷ്ണനോടായി പറഞ്ഞത് പിന്നെ ഗോകുലമെല്ലാം ക്ഷണേന നശിച്ചു പോ. ഗോകുലനാഥ പാലിക്ക ദയാനിധേ ഹരേ ദേവദേവേശം ജഗന്മയനീശ്വരൻ ദേവകീ സൂനു ജഗൽപതി മാധവൻ പിടിയായേതുമെന്ന് പറഞ്ഞുടൻ ചാടി പുറപ്പെട്ടു മുഷ്ടി ചുരുട്ടി അൻപോട് കുത്തിപ്പറിച്ചീടിനാൻ പർവ്വതം തന്നോട് കയ്യാൽ കുടയായി പിടിച്ച് ഇതിൽ വന്നു മുക്കിയിടുവിൻ കൊക്കളോടെ മൽക്കരേ നിന്നു ഗിരി വീഴുമെന്നതങ്ങൾ കാമ്പിലോർത്തു പോകാറുത്തരും കന്നുകൾ ബാലരും ഗോപനാരീകുലം കുന്നിൻ ഗുഹയിലിരുന്നിട്ട് പിന്നെയും വിസ്താരമുണ്ട് വളരെ. പുത്തൻ കനകപ്രഭ കൊണ്ട് ശോഭിതം പാദവർഷങ്ങളുണ്ടെന്നുള്ള വസ്തുക്കൾ ഏതുമേതോന്നില്ല സൗഖ്യമെന്നേ വേണ്ടു. വാമനായ ഏകപാദസ്ഥനായി വാമകരം കൊണ്ട് ഗോവർദ്ധനത്തിൽ വാമേതരകരെ വേണവും കൈക്കൊണ്ട് കോമളഗാനവും ചെയ്തോരനന്തരം കൃഷ്ണരൂപാമൃതം കണ്ടു നേത്രങ്ങളും കൃഷ്ണന്റെ വേണുനാഥം കണ്ടു ശ്രോത്രവും ചിത്തവും നിശ്ചലമായി ഗോവൃത്തങ്ങൾ അത്തരേതും മനസ്സിങ്കിൽ അറിയില്ല. ബാലം ചെറിയ കുട പിടിച്ചീടിന പോലെ കുട ചൂടിയ പോലെ ഏഴു രണ്ടായ ലോകാത്മാവിരാൽപ്പമാൻ 7 ദിനം ഒരുപോലെ നിർന്നേടിന ആടിയിൽ താടുന്ന പർവ്വതം പണ്ടിവർ താഴാതെ പൃഷ്ഠേ ധരിച്ചു കവഠമായി ആടിവർണ്ണി ചെയ്തതൊക്കിൽ ഇന്നാടിമാതിൻ പതിമായമിതൊക്കെയും മേഘങ്ങൾ മാറാവും കെട്ടു നേടിനാർ ആ ഖണ്ഡലൻ കണ്ടു നോക്കിയ 7 അഹോരാത്ര വർഷമായിട്ട് ഒഴിയിലില്ല ജലബന്ധു കണ്ടയൽ നാഗർഭമപേക്ഷിച്ച് പോകുന്ന മേഘങ്ങൾ നിയോഗിച്ചു. ദേവദേവൻ തന്റെ മായകൾ ഓർത്തോർത്തു ദേവേന്ദ്രനും ലജ്ജയാമരുവീടിനാൻ പേമഴ പോയി പുറത്തു വന്നിടി നല്ല സുഖമായി അല്ലാൽ ഇനിയില്ലതെന്നും എന്നരുൾ ചെയ്തതു കേശവൻ. നന്ദനും നത്തിനിയാദി ഗോവിന്ദവും ബന്ധിച്ചു പിന്നെ പുറത്തു പോന്നേടിന യോഗേശ്വരനീശ്വരൻ മെല്ലെ ഗിരീന്ദ്രനെ തടുത്തു വച്ചിതു. നന്ദനും നന്ദിനി രോഹിണി രാമനും നന്ദാത്മജനെ പുണർന്നു തലോടിന. ദേവകൾ പൂമലർ മല്യങ്ങൾ വർഷിച്ചു ആവോളം വന്ദിച്ചു സ്തുതിച്ചിതു. ഗന്ധർവ സംഘങ്ങൾ ഗാനേന മോദിച്ചു സംഘമോട് അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു. ദേവകൾ ആനന്ദവത്തരായ അങ്ങനെ ദേവകി പുത്രനെ വാഴ്ത്തി നിരാകുലം വന്ദിച്ചു. ഗോകുലം ഗോകുലം മുക്കല നന്ദനെ മാനിച്ചു പൂജിച്ചു ഏഴാട്ടുക്കൊരുപാലൻ ഗിരീന്ദ്രനെ 7 ദിനം ധരിച്ചിടിലതോർക്കില്ലോ. ആരിവൻ മൂർത്തികൾ മൂവരിലേഖനോ ചേരും അല്ലായെങ്കിൽ അത് വരാൻ മുന്നമേ ഭൈരവീം ദുഷ്ടൻ ശകടന പിന്നെ പാദാസനം കൊന്നു ബഗനയും അർജുന വൃക്ഷങ്ങൾ ചെന്നു തകർത്തതും നിർജിതനാക്കി രക്ഷിച്ചത് കാളിയും ഏവം ഓരോന്ന് ചിന്തിക്കലും ബാലകനാവതില്ലെന്നറിഞ്ഞിടുക എന്നിവ കേട്ടു നന്ദൻ ഗർഗമാമനി മുന്നമേ തന്നോട് നാമക്രിയാന്തരെ ചെന്ന വചനം വ്രജത്തിങ്കൽ വൃദ്ധരോടൊന്നൊഴിയാതെ ഗ്രഹിപ്പിച്ച അനന്തരം നന്ദനെ മാനിച്ചു വന്ദിച്ചവർകളും നന്ദനീശ്വരനെന്നു നന്ദീടിനർ പൃഥ്വീ സമസ്തം വന്ന് നമുക്കെന്ന ചിത്തമോദനമാണ് നന്ദനാദികൾ. വൃന്ദാവനത്തിങ്കൽ വന്നു സുരഭിയും ഇന്ദ്രനും ഒന്നിച്ചു കണ്ടനെ കാണുക
അന്നേരം ഇന്ദ്രനും കണ്ടു മുകുന്ദനെ വന്ദിച്ചു ലജ്ജയാ കുപ്പി വണങ്ങി നാരായണൻ തന്റെ തേജസതേറ്റപ്പോൾ ദൂരയകന്നു ത്രിദിവേശനമതം ചിത്തം തെളിഞ്ഞു സന്തുഷ്ടനായി പിന്നെയും ഭക്ത്യാ ഭഗവൽ സ്തുതി തുടങ്ങിയിടിന ശുദ്ധ